പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചെന്നും ഇനി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രി വാസവന്റെ അറിവോടെയായിരുന്നു കൊള്ള. സ്വന്തം നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയാൻ MV ഗോവിന്ദന് മാത്രമേ കഴിയൂ എന്നും സതീശൻ പറഞ്ഞു. മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു? അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ സ്വർണ്ണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആളുകൾ പറയണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്? കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച, കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന, ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാർ ജയിലിലേക്ക് പോണ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിന് സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ തൊലിക്കെട്ടിയുള്ളൂ, വേറെ ആർക്കും ഉണ്ടാവില്ല തൊലിക്കെട്ടി. അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയതിനുള്ള കമന്റാണ്. അവിടെ കുറ്റാരോപിതൻ മാത്രമാണെന്ന്.